അമ്മ എന്റെ അടുത്തുനിന്ന് കിട്ടും കിട്ടും കിട്ടും. നിങ്ങൾ രണ്ട് കൈ കൊണ്ട് പിടിക്കണേ, രണ്ട് കൈ പിടിച്ചോ, ഇങ്ങനെ ഇങ്ങനെ ആക്കി അവിടെ പോയി റൈറ്റ് ആയിട്ട് എടുക്കും. ഇപ്പൊ എങ്ങനെ പവറുള്ള മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെ അടിച്ചാലാ ഉറക്കം വേദനിക്ക? ഒന്ന് കാട്ടി കൊടുത്ത് എങ്ങനെ അടിക്കേണ്ട പഠിപ്പിച്ചത്. ഇങ്ങനെയാണ് അച്ഛനെ തലക്ക് ലെക്കോട്ട് അടിച്ചോ, ഒറ്റടിക്ക് പോലെ പോകും. ഇപ്പൊ മനസ്സിലായോ? മാമൻ എന്നെ അടി കൊള്ളിക്കാന്ന് മനസ്സിലായോ? മനസ്സിലായോ? പ്രതീക്ഷിച്ചില്ല. ഇതെന്താ നമുക്ക് മനസ്സിലായി? ഇതെന്താ നമുക്ക് മനസ്സിലായി? തീർന്ന് നോക്കി കാരണം ഇത് അണക്കും കൂടി ഉള്ളതാട്ടോ. അടി കൊള്ളിച്ചില്ലേ? എനിക്ക് ചെറുപ്പത്തിൽ നല്ല അടി കിട്ടിയ അങ്ങനെ ഞാൻ നന്നായത്. അങ്ങനെ നന്നാ മതില്ല. സുവച്ച് വന്നു, സുവച്ച് വന്നു. ആരാ വന്നേ? അമ്മേന്റെ പൊന്നുവിന് അടി കിട്ടിയത് വേവിച്ചോ? അത് ഞാൻ കണ്ടു. നീ ഇത് പറ, അമ്മേന്റെ പൊന്നുവിന് അടിച്ചത് വേവിച്ചോ? അങ്ങനെ ചെയ്യരുത്, മനസ്സിലായോ? അജുമാമൻ പറഞ്ഞു കേട്ട് അമ്മേനെ അടിക്കാൻ പാടുവോ? പാടുവോ? പറ, പാടുവോന്ന്. പാടും. ഇനി അടിക്കുവോ അമ്മേനെ? ഇല്ല. നല്ല മോളാ അല്ലേ? അതൊരു മുത്താണ്, അത് വായതൊന്നും ഇടരുത് കേട്ടോ. അമ്മ എന്തിനാ അടിച്ചത് മനസ്സിലായോ? പൊന്നൂന് എന്തിനാ അടിച്ചേ? എന്താണ് കവർ എടുത്ത് അടിച്ചിട്ടാന്ന് മനസ്സിലായോ അമ്മേനെ? ഇനി അടിക്കോ അങ്ങനെ? ഇങ്ങോട്ടോക്ക്. അജുമാമൻ പലതും പറയും, അതൊന്നും കേട്ട് അമ്മേന്റെ മോള് ചെയ്യരുത് കേട്ടോ. അമ്മ കണ്ടു കേട്ടോ. അവിടെ ക്ലീൻ ആക്കുകയാണോ? കവർ കൊണ്ട് അടിച്ചതിന് സോറി പറ. ഇനി അടിക്കാം അമ്മേനെ? നല്ല മോളല്ലേ, അടിക്കരുത് കേട്ടോ. അടിച്ചാൽ അമ്മേൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടും കേട്ടോ. കുഞ്ഞടി തന്നാ കുഴപ്പമില്ല. കുഞ്ഞടി തന്നാ കുഴപ്പമില്ല കേട്ടോ. ഇല്ലല്ല, വലിയ അടി തന്നാ അടി കിട്ടും കേട്ടോ അമ്മേൻ്റെ കയ്യിൽ നിന്ന്. വലിയ അടി കിട്ടിയാ അടി കിട്ടുന്നുണ്ടെങ്കിൽ അപ്പൊ നല്ല അടി കിട്ടുന്നുണ്ടെങ്കിൽ. ഇപ്പൊ അമ്മേൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് ഓർമ്മല്ലേ? അപ്പൊ വലിയ അടി തരുമോ? അത്രേ ഉള്ളൂ കേട്ടോ.